കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ രണ്ടും കൽപ്പിച്ചു തന്നെയാണ്. നയപ്രഖ്യാപനത്തിൽ സർക്കാരുമായി ഏറ്റുമുട്ടാൻ ഉറപ്പിച്ചു തന്നെ ഗവർണർ പ്രസംഗം തിരുത്തിയതിൽ സ്പീക്കർക്ക് കത്തയച്ചിരിക്കുകയാണ്. നിയമസഭയിൽ വായിച്ച നയപ്രഖ്യാപനം തിരുത്തിയ സംഭവത്തിൽ സർക്കാരുമായി പുതിയ പോർമുഖം തുറന്ന ഗവർണർ നയപ്രഖ്യാപന ദിവസത്തിലെ മുഴുവൻ നടപടിക്രമങ്ങളും വീഡിയോ സഹിതം രാജ്ഭവന് കൈമാറാൻ ആവശ്യപ്പെട്ട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സ്പീക്കർ എൻ ഷംസീറിന് കത്തയച്ചു. പ്രസംഗത്തിൽ താൻ നേരത്തെ തിരുത്തൽ ആവശ്യപ്പെട്ടപ്പോൾ മറുപടി നൽകാതിരുന്ന സർക്കാർ നയപ്രഖ്യാപനത്തിൽ അതൊഴിവാക്കിയപ്പോൾ കൂട്ടിച്ചേർത്തത് ഉചിതമല്ലെന്നാണ് ഗവർണറുടെ വാദം. പ്രസംഗിക്കാത്ത ഭാഗം കൂട്ടിച്ചേർത്തത് നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ സർക്കാർ അതനുസരിക്കാൻ ബാധ്യസ്ഥമാണെന്നാണ് രാജ്ഭവന് ലഭിച്ച നിയമോപദേശം. നയപ്രഖ്യാപനത്തിൽ വസ്തുതാവിരുദ്ധമായ പരാമർശം ഉൾപ്പെടുത്തിയതിനാലാണ് ആ ഭാഗം ഒഴിവാക്കി പ്രസംഗിച്ചതെന്നാണ് ഗവർണറുടെ വാദം. സർക്കാരിനുവേണ്ടി മന്ത്രിസഭ അംഗീകരിക്കുന്ന പ്രസംഗമാണ് നയപ്രഖ്യാപനമെന്നും അതിൽ മാറ്റം വരുത്താൻ ഗവർണർക്ക് അധികാരമില്ലെന്നുമാണ് സർക്കാരിന്റെ നിലപാട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഗവർണർ ഒഴിവാക്കിയ ഭാഗം കൂട്ടിച്ചേർക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ചത്. ഗവർണർ ആവശ്യപ്പെട്ടാലും സർക്കാർ ഈ നിലപാടിൽ നിന്നും പിന്നോട്ടു പോയില്ല. ഇതോടെ ഭരണഘടനാപരമായ അധികാര നിർവഹണത്തെ ചൊല്ലി മറ്റൊരു ഗവർണർ സർക്കാർ ഏറ്റുമുട്ടലിന് വഴിയൊരുങ്ങി. നയപ്രഖ്യാപനം അയച്ചുകൊടുത്തപ്പോൾ തന്നെ ഗവർണർ തിരുത്തൽ നിർദ്ദേശിച്ചതായി അറിയിച്ച് രാജ്ഭവൻ ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചിരുന്നു. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ആശയവിനിമയം നടത്തുന്നതിൽ ചീഫ് സെക്രട്ടറിയുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായി എന്നാണ് വിലയിരുത്തൽ.